നമസ്കാരം, കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. അട്ടപ്പാടിയിലെ പരമ്പരാഗത ഒറ്റമൂലി ചികിത്സയും ആദിവാസികളുടെ ചാരായം വാറ്റുമൊക്കെയാണ് ഈ എപ്പിസോഡിൽ. ക്യാൻസറിനും എയ്ഡ്സിനുമൊക്കെ ഒറ്റമൂലി പ്രതിവിധിയാണെന്നാണ് ചികിത്സകർ അവകാശപ്പെടുന്നത്. വരുമാനം വർദ്ധിച്ചതോടെ ചികിത്സാ കേന്ദ്രങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. യാതൊരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്തവർ പോലും ചികിത്സ നടത്തി ലക്ഷങ്ങളുണ്ടാക്കുന്നു. പാരമ്പര്യ ഒറ്റമൂലി ചികിത്സാ കേന്ദ്രങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? അന്തരിച്ച വള്ളിയമ്മാളിലൂടെയാണ് ആദിവാസി ഒറ്റമൂലി ചികിത്സയുടെ മാഹാത്മ്യം പുറംലോകമറിഞ്ഞത്. വനത്തിലെ പച്ചമരുന്നുകൾ ശേഖരിച്ച് വള്ളിയമ്മാൾ തയ്യാറാക്കി നൽകിയിരുന്ന ഒറ്റമൂലി പല രോഗങ്ങൾക്കും ഔഷധമായിരുന്നു. വള്ളിയമ്മാളിൻ്റെ മരണശേഷം മകൻ രവീന്ദ്രനാണ് വള്ളിയമ്മാൾ ഗുരുകുലത്തിലെ വൈദ്യൻ. വള്ളിയമ്മാളിൻ്റെ മകൾ പൊന്നിയമ്മാളും അട്ടപ്പാടി ചിണ്ടക്കിയിൽ തന്നെ ചികിത്സ ആരംഭിച്ചു. വള്ളിയമ്മാൾ ഗുരുകുലം ഇപ്പോൾ ഒറ്റമൂലി ക്യാൻസർ സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. ക്യാൻസറിൽ നിന്നും മോചനം എന്ന് പരസ്യം ചെയ്താണ് ചികിത്സ. അട്ടപ്പാടിയിലെ മറ്റ് ആദിവാസി കുടുംബങ്ങളെപ്പോലെയൊന്നുമല്ല വള്ളിയമ്മാളിൻ്റെ പിന്മുറക്കാർ കഴിയുന്നത്. 3 നില വീടാണ് രവീന്ദ്രൻ്റേത്. വീടിനടുത്തുള്ള ചെറിയ ഷെഡിൽ ഏതാനും ജോലിക്കാർ പച്ചമരുന്നുകൾ തയ്യാറാക്കുന്നു. അവിടെ നോക്കി നിൽക്കാനൊന്നും അനുവാദമില്ല. സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിലാണ് ചികിത്സ നടത്തുന്നത്. രാവിലെ മുതൽ ആളുകളെത്തി കാത്തിരിക്കുകയാണ്. ചികിത്സ തേടിയെത്തുന്നവരിൽ ബഹുഭൂരിപക്ഷവും തമിഴ്നാട്ടുകാർ. വൈദ്യൻ രവീന്ദ്രനെ കാണണമെന്നാവശ്യപ്പെട്ട ഞങ്ങളോട് ജീവനക്കാർ അത്ര അനുകൂലമായല്ല പെരുമാറിയത്. കേരളത്തിന് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമോ? ഇത് മൊത്തം കേരളത്തിന് പുറത്താണ്. ഏറ്റവും കൂടുതൽ എവിടെ നിന്ന് വരിക? തമിഴ്നാട്ടിൽ. ഒരു ദിവസം എത്ര പേര് വരും? ഒരു ദിവസം പേഷ്യൻ്റ് എത്ര പേർ വരും അത്ര പേർ വരും. 60, 50, 40, 30 പേർ. ഒടുവിൽ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം രവീന്ദ്രന്റെ രണ്ടാം ഭാര്യ സെലീന എത്തി. வாய் இப்படி இப்போ கொஞ்சம் சதை வளர்ந்து கொஞ்சம் கம்மியாக இருக்குது. ஆனால் பொண்ணு தான் வளர மாட்டேங்குது. நீங்கள் தான் அன்னைக்கு அனுப்பிச்சு புகலை வச்சு வந்தோன்னு புகையில ஒன்றும் பழக்கமே இல்லை. புகலை பழக்கமே இல்லை. தானாக வந்துடும்.
இதுதான் கொப்பளம் மாதிரி. அது பெருசாகலை மருந்து செஞ்சதுக்கு பிறகு. இப்போ பெருசாகல இனிமேல் வர மாதிரி ஃபீலிங் தெரியுது. ஆனால் முன்னால் வந்து ஃபஸ்ட்டே வந்துங்க அம்மா 2009 மோஷன் போகிற இடத்துல இருக்குது. கேன்சர் வந்து கோயம்புத்தூர் ஜெம் ஹாஸ்பிட்டலில் பார்த்து இந்த பேக்கில் வச்சுருந்தோம். அப்புறம் 2010 ரிமூவ் பண்ணிவிட்டு 2 வருஷம் நாங்கள் இப்போ ஒரு 6 மாதத்துக்கு முன்னாடி வந்து மறுபடியும் போய் செக் பண்ணும்போது ஈரல், அதாவது கல்லீரல்லையும் கிட்னிக்கு மேலே ஒரு சின்ன இடத்துல நாங்கள் மோஷன் வாயில் தான் ஃபஸ்ட்டில் எம்சியில் வந்து அது ஜெம் ஹாஸ்பிட்டல் போய் ஆப்ரேட் பண்ணி எடுத்துட்டாங்க. எடுத்துகிட்டு சரி பண்ணிட்டாங்க. ஒரு 2 வருஷம் நல்லா இருந்தது. இப்போ மோஷன்லாம் நார்மலாக போயிட்டு தான் இருக்கிறாங்க. அவங்க வேலையில் வந்து அவங்களே செஞ்சுக்கிறாங்க. ஆனால் லிவரில் ஒரு இடத்துல பெரிய கட்டியாக இருக்குது. அப்புறம் இந்த யூரினரி டியூப் இருக்குது, அதுக்கு பக்கத்தில் ஒரு சின்னதாக ஒரு இருக்குது. சரி நீ அதை ஆப்ரேட் பண்ண முடியாது அப்படின்னும் போது இங்கே சரி பண்ணி பார்த்து பரவாயில்லைன்னு சொன்னாங்க. அதனால பண்ணி இங்கே வந்துட்டு கிளம்பி. മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന സെലീന പറയുന്നത് രവീന്ദ്രൻ ഒറ്റമൂലി ചികിത്സാരീതികൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ മാത്രമേ പേഷ്യൻസിനെ നോക്കണം. ഇല്ലേ വൈദ്യുതി ഒരു ഇല്ലാന്നല്ല, ഒരു 2 ആഴ്ച മുമ്പ് വന്നിട്ട് പോയി. പിന്നെ അമ്മേന്റെ ശേഷം ആളായിരുന്നു. ആളുടെ കൂടെ ഒരു 10-20 വർഷമായിട്ട് ഞാൻ എന്നെ കൂടെ നിർത്തി എല്ലാം പഠിപ്പിച്ചു. കൊണ്ടുപോകുന്നത് ഞാനാണ് ഫുള്ളായിട്ട്. എനിക്കെല്ലാം പകർന്നു തന്ന് കാരണം ധൈര്യമായിട്ട് വീട്ടിലിരിക്കാൻ മരുന്നിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഇന്നലെ ഫുള്ളാളായിരുന്നു വിളിച്ചപ്പോ. ഇന്നലെ ഒരു 10-35 പേഷ്യന്റ് 40 ഉണ്ടായിരുന്നു. രവീന്ദ്രൻ വൈദ്യൻ വല്ലപ്പോഴുമൊക്കെയാണ് വരുന്നതത്രേ. TV ചാനലിനോട് സംസാരിക്കേണ്ടെന്നാണ് രവീന്ദ്രൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കാനായി ഇവരുടെ ശ്രമം. എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ വൈദ്യര് ഇതിന് താല്പര്യം കാണിക്കാത്ത കാരണമാണ് ഒരു വിഷയം. HIV ബാധിതർക്ക് വരെ രോഗം ഭേദമായിട്ടുണ്ടെന്നാണ് സെലീനയുടെ അവകാശവാദം. വള്ളിയമ്മാൾ ഗുരുകുലത്തിന്റെ വെബ്സൈറ്റിലും ഈ അവകാശവാദങ്ങളുണ്ട്. HIV കൊടുക്കുന്നുണ്ട്, പുറത്ത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അത് അങ്ങനത്തെ പേഷ്യന്റ് ഇപ്പൊ എന്റെ കസ്റ്റഡിയിൽ ഒരു 10-25 പേര് അവര് ഇങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഉറന്നു നിന്നല്ല ആരോഗ്യമായി. തങ്ങളാണ് യഥാർത്ഥ അവകാശികളെന്നും വൈദ്യർക്കൊപ്പം സഹായത്തിന് നിന്നയാൾ വരെ ഇപ്പോൾ സ്വന്തം ചികിത്സാ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടെന്നും സെലീന പറയുന്നു. പാരമ്പര്യമായിട്ട് പോവാണ്. അമ്മയുടെ മുമ്പുള്ളവർ ഇരിക്കുമ്പോൾ ഓഫീസും കാര്യങ്ങളൊന്നുമില്ല. അമ്മ വന്നതിന് ശേഷം ഇങ്ങനെ കുറേയൊക്കെ ഫേമസ് ആയി. പിന്നെ അമ്മ മരിച്ചതിന് ശേഷം വൈദ്യരാണ് ഇത് ഇങ്ങനെയുള്ള ലെവലില് കൊണ്ടുപോകാൻ തുടങ്ങി. ഇപ്പൊ നോക്കൂ, ഇപ്പൊ വൈദ്യര് പഠിച്ച അതിന്റെ ഒരു ലെവലെല്ലാം കൂടെ 20 വർഷം നിന്ന് എനിക്കും 20-25 വർഷമായിട്ടല്ലേ. പിന്നെ ഞങ്ങളോട് ഇവിടെ വൈരാഗ്യമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അതൊരു ബോർഡുകളൊക്കെ വെച്ചിട്ട് ആളുടെ പെങ്ങളുടെ മക്കളും കൂടെ മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അവിടെ പോയി ഒരു 2-3 പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞ് ഉടനെ വരും കുറവില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇത് വെച്ചിട്ട് അതിനുള്ള കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചിത്രം ഞങ്ങളുടെ പേര് വെച്ച് ഞങ്ങളുടെ അഡ്രസ് വെച്ച് ഒരു കൂട്ടർ അനിയനാന്ന് പറഞ്ഞ ഒരു കൂട്ടർ പെങ്ങളെ മക്കളാന്ന് പറഞ്ഞ് മുക്കാലിൽ അപ്പു അവിടെ പണിക്കുന്നുണ്ടായിരുന്നു. അയാള് കൊടുക്കുന്നുണ്ട്. കന്നാസ് കണക്കിനാണ് മരുന്ന് കൊടുക്കുക. 2 മാസത്തേക്കുള്ള മരുന്നിന് വില 3000 മുതലാണ്. ഒരു ദിവസം 40ഓളം രോഗികളാണ് ഇവിടെ എത്തുക. നമുക്കിപ്പോ MBBS പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവര് പറയാതെ ഞങ്ങൾക്ക് വൈദ്യുതി അതിന്റെ ഒരു ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ടെക്നിക്ക് ഉണ്ട്. അത് വെച്ച് ഞങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ഇല്ലാതെ അവരകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. തുടർന്ന് 2 വർഷം 2.5 വർഷമൊക്കെ കഴിക്കണം. ക്യാൻസർ ഫുള്ളായിട്ട് പോകണ്ടേ. വിടുന്ന കേസ് ഇപ്പോ 3 മാസമൊക്കെ അവധി പറയും. ചിലവർക്ക് വന്ന് 1 മാസമൊക്കെ ഗ്യാരണ്ടി പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആയുസ് അത്രയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിടുന്നവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഈ മരുന്നിൽ. രോഗികളിൽ പലരും മറ്റു ചികിത്സാമാർഗങ്ങളും അവലംബിക്കുന്നവരാണ്. ഒറ്റമൂലിയിൽ മിക്കവർക്കും തികഞ്ഞ വിശ്വാസം. ஆப்ரேஷன் பண்ணாங்க ஃபஸ்ட்டு. ஆப்ரேஷன் பண்ணி அவங்க ஒரு 1 வீக்லேயே ஆள் டெத் ஆயிருன்னு சொல்லிட்டாங்க. பார்த்தா அது வேண்டாம் சார், ட்ரீட்மெண்ட் முடிஞ்சு மறுபடியும் அப்புறம் இங்கே வருது சொல்லி இங்கே வந்தாங்க. இங்கே வந்து இப்போ 5 வருஷமாக இருக்காங்க. இப்போ தான் டெத்து ஆனாங்க. அப்புறம் 2 மாதத்துக்கு முன்னாடி இங்கே வந்து பார்த்துட்டு போனால் அப்புறம்
கொஞ்சம் பரவாயில்ல அப்படிங்கிறாங்க. എന്തൊക്കെയോ ദുരൂഹതകളുടെ നിഴൽ ഇവിടെയുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. മാസങ്ങളായി വരുന്ന ചില രോഗികൾ പോലും രവീന്ദ്രൻ വൈദ്യനെ കണ്ടിട്ടില്ലത്രേ. വൈദ്യൻ മാധ്യമങ്ങളെ അകറ്റി നിർത്തുന്നതിൻ്റെ കാരണവും അജ്ഞാതമാണ്. 5 பேர் இன்னும் பார்த்ததில்ல. நான் வந்து ஃபோட்டோவில் பார்த்தது தான். அம்மா தான் பார்க்குறாங்க. அம்மா தான் எல்லாமே. இப்போ 5 மாதமாக வந்துருக்கேன். 5 மாதமாக அம்மா தான் இருக்காங்க. ஆமாம், இந்த அம்மா தான் பார்த்துக்கிட்டு இருக்கிறாங்க. வைத்தியரை பார்த்துதான்? இல்லை, வைத்தியரை பார்க்கல. പൊന്നിയമ്മാൾ ഗുരുകുലത്തിലും ഞങ്ങളെത്തി. CV രാജേഷ് എന്ന യുവാവാണ് ഇവിടുത്തെ ചികിത്സകൻ. പൊന്നിയമ്മാളിൻ്റെ മൂത്ത മകൻ CV ചന്ദ്രൻ്റെ മരണത്തെ തുടർന്നാണ് രാജേഷ് ചികിത്സാ ചുമതല ഏറ്റെടുത്തത്. രാജേഷിൻ്റെ അടുത്തും രോഗികൾക്ക് കുറവില്ല. മുത്തശ്ശി വന്നതിന് ശേഷമാണ് ഏകദേശം പുറത്തൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. ഈ ഇതിനു മുമ്പൊക്കെ ക്യാൻസറിൻ്റെ അസുഖമായിട്ടൊന്നുമില്ല. ഈ പ്രസവങ്ങൾക്കായിട്ടും ചെറിയ തലവേദനയായിട്ടും ഇതിനൊന്നും ചികിത്സാ രീതി ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശി ഇവരൊക്കെ നേരിട്ട് ചെന്നിട്ട് ഓരോ വീടുകൾ ചെന്ന് സന്ദർശിച്ചിട്ട് ചെയ്ത് വരും. അതൊരു സേവനമായിരുന്നു. അതിന് പൈസ പണം അങ്ങനെ ഒന്നുമില്ല. അതൊരു സേവനമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇത് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ അറിഞ്ഞ് വരാൻ തുടങ്ങുമ്പോഴാണ് പുറത്തറിയാൻ തുടങ്ങിയത്. മുത്തശ്ശിയിലൂടെയാണ് പുറത്തറിയാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ഇത് മുത്തശ്ശിക്കായിട്ട് ചെയ്ത് തുടങ്ങിയിട്ട് 90-ലായിട്ട് മുത്തശ്ശിക്ക് പാലക്കാട് അന്നത്തെ ജില്ലാ കളക്ടറായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇത് അന്നെ അംഗീകരിച്ച് കൊടുത്തു. ഇതിനെ നിലനിൽക്കണം പറഞ്ഞിട്ട് അന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു 90-ലായിട്ട്. +2 ആണ് രാജേഷിൻ്റെ വിദ്യാഭ്യാസം. രവീന്ദ്രൻ വൈദ്യനെ കുറിച്ച് രാജേഷിന് അത്ര മതിപ്പില്ല. 4-5 മാസമല്ല, 2 വർഷത്തോളം ഇല്ല. ഉണ്ട്, കൺസൾട്ടിങ് പരിശോധനയൊന്നുമില്ല. വൈഫാണ് നോക്കുന്നത്. സമീപ സ്ഥലങ്ങളിൽ മറ്റു ചില ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളും കണ്ടു. പരസ്പരം മത്സരിച്ചാണ് ഇവരുടെ ചികിത്സ. ശാസ്ത്രം ഇത്ര കണ്ട് പുരോഗമിച്ച സ്ഥിതിക്ക് ഒറ്റമൂലി ചികിത്സയുടെ ശരിയും തെറ്റും കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ശരിക്കും പ്രയോജനപ്രദമെങ്കിൽ അട്ടപ്പാടിയിൽ നിന്നും ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമായി ഇതിനെ മാറ്റേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം അനാവശ്യ കിടമത്സരവും ചൂഷണവും നടത്തി രോഗികളുടെ നിസ്സഹായാവസ്ഥ മുതലെടുക്കുന്നതിന് അധികൃതർ തടയിടുകയാണ് വേണ്ടത്. ആദിവാസി വാസമേഖലയായ അട്ടപ്പാടിയുടെ ശരിക്കുള്ള മുഖം ഇന്നേറെ വികൃതമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ് അട്ടപ്പാടി. ഗുണത്തിനു വേണ്ടി ചെയ്തതെങ്കിലും ഫലത്തിൽ അത് ഈ നാടിൻ്റെ ശാപമാണെന്നാണ് പൊതുവിലയിരുത്തൽ. അധികം തുക ചെലവഴിച്ച് മണ്ണാർക്കാടും അതിർത്തിക്കപ്പുറം തമിഴ്നാട്ടിലുമൊക്കെ പോയാണ് മിക്കവരും കുടിക്കുന്നത്. മറ്റു ചിലരാകട്ടെ സ്വയം വാറ്റി കുടിക്കുന്നു. അട്ടപ്പാടിയിലെ പല ഊരുകളിലും വാറ്റ് വ്യാപകമാണെന്നറിഞ്ഞാണ് ഞങ്ങൾ അന്വേഷണത്തിനെത്തിയത്. മുഖം മറയ്ക്കാമെന്ന് ഉറപ്പു നൽകിയപ്പോൾ വനത്തിലെ വാറ്റ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരാൾ തയ്യാറായി. കാടും പടലും താണ്ടി കുറച്ച് ഉള്ളിലേക്ക് ചെല്ലണം. അതുകൊണ്ട് തന്നെ എക്സൈസുകാർ വരുമെന്ന് പേടിക്കേണ്ട. വന്നാലും അവർ ഊരിലെത്തുമ്പോഴേക്കും വനത്തിലെ ഒളിയിടങ്ങളിലേക്ക് വാറ്റ് സാമഗ്രികൾ മാറ്റപ്പെടും. യാത്ര തുടരവേ കൊടും വനത്തിൽ അതാ ഒരു കൃഷിയിടം.
കഞ്ചാവ് കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്നോവാണ് വിളവെടുപ്പ് നടന്നത്. മുറിച്ചു മാറ്റിയ ചില ചെടികൾ വീണ്ടും പൊട്ടിക്കിളിർത്തിരിക്കുന്നു. മോശമായ ചില ചെടികൾ അവിടെ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നതോടെ വാറ്റുകാരെ കണ്ടു. സ്ഥിരം സംവിധാനമാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കൂടെയുള്ളയാൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതോടെ അവരും ദൃശ്യങ്ങൾ പകർത്തുന്നതിനോട് സഹകരിച്ചു. വാറ്റാനായി കലക്കി വച്ചിരിക്കുന്ന വാഷ് ഒരു ആദിവാസി യുവാവ് കൂസലില്ലാതെ കുടിക്കുന്നു. ഇയാൾ സ്ഥിരമായി വാഷ് കുടിക്കുമത്രേ. സ്ഥിരം കിട്ടില്ല. ആഴ്ച എപ്പോഴെങ്കിലും വരുമ്പോഴേക്കും ഇതിന് സാർ ഇത് ഞാൻ നമ്മുടെ മരത്തിൻ്റെ തോല നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. സാധനം ഏതാനും മണിക്കൂറിനുള്ളിൽ കുപ്പിയിലേക്ക് വാറ്റുചാരായം ഒഴുകിയെത്തി തുടങ്ങി. ചൂട് ചാരായത്തിന്റെ രസം നുകരലായി പിന്നീട്. തങ്ങൾക്ക് കുടിക്കാനായി ചാരായം വാറ്റുന്നത് തെറ്റാണെന്നൊന്നും ഇവർ കരുതുന്നേയില്ല. വിൽക്കാനല്ല, കുടിക്കാനും മാത്രമേ ഉള്ളൂ. കുടിക്കാൻ മാത്രമേ. പിന്നെ ബിരിയാണിയൊക്കെ വാങ്ങാൻ ദൂരമല്ലേ, ദൂരം. നമ്മളുടെ ഒരു എഴുപത്തിൽ അതിൽ കഷ്ടത്തിലും മാറ്റി കുടിക്കുള്ളൂ. എന്തൊക്കെ സാധനങ്ങൾ ചേർക്കുന്നത്? പട്ടം, മരത്തിൻ്റെ തൊലിയും, ആസ്പട്ട, ആസാസ്, വേറെ ഒന്നും സാധനം വെല്ലം, വെല്ലം പട്ടം മാത്രമേ ഉള്ളൂ. കച്ചവടക്കാരെങ്ങനെയാണ് ഇത് കൂടുതലുണ്ടാക്കുന്നത്? കൂടുതലായിട്ട് നവസാരം ഇടും. അവസാനം ഒരു കട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു 30 ലിറ്ററൊക്കെ ഉണ്ടാക്കാം. പച്ചവെള്ളം ഒഴിക്കണത് അവസാനം മാത്രം. നവസാരത്തിലേക്ക് ഇതിൽ നവസാരം ഇട്ട് കഴിഞ്ഞാൽ ഈ കുപ്പിയിൽ 4 ലിറ്റർ ഉണ്ടാക്കിയെടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഈ നവസാരം ഇടുന്നപ്പോൾ കടയിൽ എല്ലാ കടകളിലും ഉണ്ടാവും. അവർക്ക് മാത്രം തനിച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയെ പറഞ്ഞു വിട്ടാൽ. സർക്കാർ മദ്യനിരോധനം ഏർപ്പെടുത്തിയതാണ് ഇപ്പോഴത്തെ ദുരിതത്തിന് കാരണമെന്നും ഇവർ പറയുന്നു. ബ്രാൻഡ് കിട്ടാത്ത കാരണം കൊണ്ടാണ്. ബ്രാൻഡ് പിടിക്കാൻ ചൊല്ലി 500 കുറഞ്ഞാൽ 500 രൂപ വേണം. ബസ്സിന് പൈസ വേണം, ചായ കുടിക്കാനും പൈസ. പണ്ട് കാലത്തിൽ ഉണ്ടായിരുന്നു. പണ്ട് കാലത്തിൽ ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു ഊരിൽ ചിലപ്പോൾ എല്ലാ ഊരിലും ഉണ്ടാവില്ല. എപ്പോഴും ഏതൊരു ഊരിലേ ഉണ്ടാവുള്ളൂ. ഇത്തിരി അട്ടപ്പാടി ഈ ഏരിയത്തിൽ ഇത്ര ആദിവാസി കോളനിയിൽ എല്ലാ ഊരിലും വാറ്റില്ല. ദിവസം കിട്ടില്ല, സാധനം കിട്ടില്ല. ഇപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കഴിച്ചിട്ട് പോകുക തന്നെ, അല്ലാണ്ട് മിണ്ടാണ്ടിരിക്കുക തന്നെ. സമ്പൂർണ്ണ മദ്യനിരോധനമെന്ന് പറയുമ്പോഴും നാടെങ്ങും മദ്യമൊഴുക്കാൻ കൂട്ടുനിൽക്കുന്ന അധികൃതർ ആദിവാസികൾക്ക് മാത്രം വിലക്കുറവുള്ള നല്ല മദ്യം എന്തിനാണ് നിഷേധിക്കുന്നത്? ആത്മാർത്ഥതയോടെയാണ് മദ്യനിരോധനമെങ്കിൽ അട്ടപ്പാടിയിലേക്കുള്ള വ്യാജമദ്യമൊഴുക്കും വാറ്റ് നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥർ കർശന നടപടിയെടുക്കേണ്ടിയിരിക്കുന്നു. പാരമ്പര്യ ചികിത്സയുടെ മറവിലെ ഉള്ളുകള്ളികളും വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ബാധ്യത ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ട്. പാരമ്പര്യത്തിൽ വെള്ളം ചേർക്കുമ്പോൾ അത് മരുന്നിൻ്റെ ഗുണനിലവാരത്തെയും അതുവഴി രോഗികളുടെ ആരോഗ്യത്തെയുമാണ് ഗുരുതരമായി ബാധിക്കുക. മറ്റു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.